ഗുഡ് ഈവനിങ്, എല്ലാവർക്കും നമസ്കാരം. വായനാ ദിനമായിരുന്നു. ആ, ജൂൺ 19 ഇന്നലെ. അപ്പം ഇന്നലെ നമ്മൾ വളരെ മനോഹരമായ ഒരു പുസ്തകത്തെ, അതിൻ്റെ 100ാമത്തെ കുറിൽ നമ്മൾ തിരുക്കുറളിൻ്റെ ഭാഗമായിട്ട് വായനാ ദിനത്തിൽ നോക്കി. ഇന്ന് വായനാ ദിനത്തിലെ ഒരു ബുക്ക് ബൈജു സാറിലൂടെ നമ്മൾ കേൾക്കുകയാണ്. ഈ ബുക്ക് വളരെ പ്രത്യേകതകളുള്ള മനഃശാസ്ത്രപരമായ ഒത്തിരി വിധികളുള്ള ഒരു പുസ്തകമാണെന്ന് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ. കൽഭരണികളിലുള്ളതെല്ലാം വളരെ വിലയേറിയതാണ്, നമുക്കറിയാം. തീർച്ചയായിട്ടും ആ വിലപിടിപ്പുള്ള അറിവുകളെ നമുക്ക് ബൈജു സാറിലൂടെ കേൾക്കാം. നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ബൈജു സാറിനെ. ബൈജു സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബ് സാർ, താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്നലെ വായനാ ദിനമായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും വായന മരിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പലതും കേട്ടിട്ടുള്ളത്. പക്ഷേ വായനാ ദിനത്തിന്റെ അന്ന് നമ്മുടെ പ്രശസ്ത എഴുത്തുകാരനായ മുഹമ്മദ് അബ്ബാസ് പോസ്റ്റ് ചെയ്ത ഫേസ്ബുക്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു. അതായത് കുന്നംകുളത്തുനിന്ന് യാത്ര ചെയ്യുന്ന ഒരു ബസ്സിൽ, വളരെ തിരക്കാണ് ആ ബസ്സിൽ, ഒരു 24-25 വയസ്സുള്ള ഒരു യുവാവ്, അത്രയും തിരക്ക് ഉണ്ടായിട്ടും ഒരു ബസ്സിന്റെ സീറ്റിൽ ചാർന്ന് ഇരുന്നു കൊണ്ട് ഇനി ഞാൻ ഉറങ്ങട്ടെ എന്ന് പറയുന്ന പി.കെ. ബാലകൃഷ്ണന്റെ പുസ്തകം നിന്ന് വായിക്കാം. അപ്പോ കാരണം സീറ്റ് പോലും ഇല്ല, തിരക്കിലടക്കം നിന്നിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അബ്ബാസ് പറയുന്നുണ്ട്, കാരണം നമ്മളൊക്കെ ഒരു സ്വസ്ഥമായ ഒരു സ്ഥലം കിട്ടിയാലും വായിക്കാതിരിക്കുമ്പോഴും ഇയാള് വളരെ ഇതായിട്ട് കഷ്ടപ്പെട്ടിട്ട്, അതും പി.കെ. ബാലകൃഷ്ണന്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ, അതായത് കർണന്റെ, നമുക്ക് ആ കഥ വളരെ ക്ലിയർ ആയിട്ട് അറിയാം. കരവ യുദ്ധത്തിന് ശേഷം കുന്തി യുധിഷ്ഠിരോട് പറയുന്നു, നീ നിന്റെ ബ്രദറെയാണ് കൊന്നത് എന്ന് പറയുമ്പോൾ യുധിഷ്ഠിരന്റെ തോന്നുന്ന ഒരു പശ്ചാത്താപമുണ്ട്. കാരണം ഞാനൊരു ആ ഒരു കഥയാണ് അതിൽ പറയുന്നത്. അപ്പൊ അത്രയും ആവേശത്തോടു കൂടിയാണ് അയാൾ വായിച്ചത്. അപ്പൊ അത് അബ്ബാസ് പോസ്റ്റർ ഇട്ടപ്പോ, ഇന്ന് ആ പോസ്റ്റർ കണ്ടു. അബ്ബാസ് വേങ്ങരയില് ഒരു പരിപാടിക്ക് പോയപ്പോ പുള്ളി ആ യുവാവിന്റെ ഫോട്ടോ ഫേസ്ബുക്കിൽ ഇട്ടത് കൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കൾ ഇദ്ദേഹത്തിന് ഷെയർ ചെയ്തു. അപ്പൊ ആ യുവാവ് അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് ചായ കുടിച്ചു. അപ്പൊ ഇത്രയും വായനയുടെ ഒരു കണക്ഷനാണ്. അതായത് നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ ഒരുപാട് എന്തുകൊണ്ട് ഇപ്പം സാഹിത്യ പുസ്തകങ്ങൾ പലപ്പോഴും നമ്മൾ ഈ ട്രെയിനേഴ്സ് അധികം ഫോക്കസ് ചെയ്യാറ് അത് മോട്ടിവേഷൻ ടൈപ്പ് ബുക്കുകളാണ്. പക്ഷെ ഈ സാഹിത്യം ഇങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുമ്പോഴാണ് നമ്മൾ സ്ഥലകാലങ്ങളൊക്കെ മറന്ന് നമ്മളുടെ മനസ്സിന് സഞ്ചരിക്കാൻ പറ്റുന്നത്. ഇങ്ങനെയുള്ള നല്ല നല്ല സാഹിത്യ സൃഷ്ടികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴാണ്. തീർച്ചയായും പല കൃതികളും ഇപ്പം മലയാള സാഹിത്യത്തിൽ നമ്മൾ നോക്കുവാണെങ്കിൽ, എനിക്ക് അധികം വലിയ ചരിത്രം അങ്ങോട്ട് പറയാനില്ല, എങ്കിലും നമ്മൾ അറിയുന്നത് മുതൽ ഖസാക്കിന്റെ ഇതിഹാസമായാലും അതേപോലെ തന്നെ രണ്ടാമൂഴം ആയാലും, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബെന്യാമിന്റെ ആടുജീവിതം, അങ്ങനെയുള്ള ഒരുപാട് നല്ല നല്ല പുസ്തകങ്ങൾ. ഇപ്പം ഇതില് ഇപ്പൊ ബാബു എബ്രഹാമിന്റെ കമ്പളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്ന ഇത് വായിക്കാനിടയായ ഒരു സാഹചര്യം എന്താന്ന് വെച്ചാല്, നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ ഒരു റിവ്യൂ ഉണ്ടായിരുന്നു ഈ പുസ്തകത്തിനെ പറ്റി. അത് ഇതിൽ പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹം ഈ പുസ്തകം വായിച്ചപ്പോൾ 1000 പുസ്തകത്തിന് ഓർഡർ ചെയ്ത് അദ്ദേഹത്തിന്റെ പറവൂറുള്ള, അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴാണ്, അപ്പൊ 1000 പുസ്തകം ഓർഡർ ചെയ്ത് അദ്ദേഹത്തിന്റെ പറവൂറുള്ള അദ്ദേഹത്തിന്റെ ഇതിലേക്ക് സംഭാവന ചെയ്തു. ഇതിൽ അദ്ദേഹം ഈ പുസ്തകത്തിന്റെ ആമുഖത്തിൽ, ഇത് 69ാം പതിപ്പാണ് എന്റെ കയ്യിലുള്ളത്, അതിൽ വി.ഡി. സതീശന്റെ ഒരു ഇതും കൂടിയുണ്ട്, ഒരു ഇൻട്രൊഡക്ഷനും കൂടിയുണ്ട്. അതിൽ പറയുന്നത്, ഇതെല്ലാവരും വായിക്കണം, നിങ്ങളുടെ മക്കൾക്ക് ഇത് സമ്മാനമായി കൊടുക്കണം, കാരണം നിങ്ങൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് ആയിരിക്കും ഈ പുസ്തകം എന്നുള്ളത്. അപ്പൊ അത് കൊണ്ടാണ് ഈ ഒരു പുസ്തകത്തിലേക്ക് പോകാനുള്ള ഒരു റീസൺ. രണ്ടാമത്തെ റീസൺ, യൂട്യൂബിലുള്ള ഒരു റിവ്യൂ ഉണ്ടായിരുന്നു, 2 മിനിറ്റ്സ് ബുക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂ ഉണ്ട്. അതിൽ അദ്ദേഹം നല്ല നല്ല പുസ്തകങ്ങളെ പരിചയപ്പെടുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാളത്തിലെ ഒരു എഴുത്തുകാരനോട് ഇനി നിങ്ങൾ എഴുതാൻ പാടില്ല എന്ന് പറയാൻ തോന്നിയ ഒരു ആളാണ് ബാബു എബ്രഹാം. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോഴാണ് മനസ്സിലായത്, അദ്ദേഹം പറയുന്നത്, ഇനിയൊരു 2 വരി കൂടി മലയാളിക്ക് നിങ്ങളെ വായിക്കാനുള്ള ഒരു ഇതില്ല, കാരണം അത്രക്കും ഇതായിട്ടാണ് ഈ കഥ പോകുന്നത്. അപ്പൊ ഇനിയുള്ള ഒരു ശേഷിയില്ല, അല്ലെങ്കിൽ ഒരു ശക്തിയില്ല, ഇനി അടുത്തൊരു 2 വരിയും കൂടി എഴുതിയാൽ മലയാളിയുടെ കാര്യം പോക്കാണ് എന്നുള്ളത്. ഇത് നമ്മൾ ഖസാക്കിന്റെ ഇതിഹാസം ഇറങ്ങിയപ്പോഴും ഒ.വി. വിജയനോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി നിങ്ങൾ തള്ളവിരല് നിങ്ങൾ വെട്ടിക്കളഞ്ഞേര്, കാരണം നിങ്ങൾ എഴുതേണ്ടതൊക്കെ എഴുതി കഴിഞ്ഞു എന്നുള്ളത്. അത്രയും മലയാള സാഹിത്യത്തിന് ഏറ്റവും നല്ലൊരു സംഭാവന കൊടുത്തൊരു പുസ്തകം. അതേപോലെ തന്നെ ഇതിന്റെ കംപ്ലീറ്റ് കഥകൾ ഞാൻ പറഞ്ഞ് ഈ പുസ്തകത്തിന്റെ ഇത് കളയുന്നില്ല, കാരണം ഇത് വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം തന്നെയാണ്.
ഇപ്പൊ ബാബു എബ്രഹാം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥ തന്നെ നമുക്ക് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ തന്നെയാണ് ഈ പുസ്തകം പോകുന്നത്. 3 ഭാഗങ്ങളായിട്ടാണ് ഈ പുസ്തകത്തിനെ തിരിച്ചത്. ആദ്യം അദ്ദേഹത്തിന്റെ ബാല്യകാലം, പിന്നീട് ഭാഗം 1, ഭാഗം 2 കൗമാരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഭാഗം 3 അദ്ദേഹത്തിന്റെ അദ്ദേഹം PhD എടുക്കുന്നതും ഫ്രാൻസിലേക്ക് പോകുന്നതുമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു മനോഹരമായ കാലഘട്ടം ഭാഗം 3 അതാണ് പറയുന്നത്. ഇതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു അമ്മ 4 മക്കളെ വളരെ ധൈര്യത്തോടെ വളർത്തുന്നതാണ് ഈ ഒരു കഥ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു കഥാംശം അതാണ്. അതിൽ ആദ്യമായി ഈ പുസ്തകത്തിന്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ ഒരമ്മ പറയുന്ന ഒരു കാര്യം, ബാബു എബ്രഹാമിന്റെ അമ്മ ബാബു എബ്രഹാമോട് പറയുന്ന ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു കാര്യമുണ്ട്. കാരണം ഇതെനിക്ക് തോന്നുന്നു ഏതൊരു മോട്ടിവേഷൻ ബുക്കിനേക്കാളും കൂടുതലുള്ള ഒരു വേർഡിംഗ് ആണെന്ന് തോന്നുന്നു. അതായത്, ചുറ്റും വെള്ളം പൊങ്ങുന്നു എന്ന് കണ്ടാൽ നീന്തൽ വശമില്ല എന്നറിയാവുന്ന നീ പകച്ച് പേടിച്ച് അലമുറയിടരുത്. ആ വെള്ളപ്പാച്ചലിൽ അവിടെ പൊങ്ങിക്കിടക്കുന്ന മരക്കഷ്ണങ്ങളിൽ പിടിച്ചു കയറി വെള്ളത്തിലങ്ങ് പൊങ്ങിക്കിടക്കണം. എന്നിട്ട് ഓളത്തിനൊപ്പം ഒഴുകുന്ന ശിഖരങ്ങൾ കാട്ടുവള്ളികളിൽ ചേർത്തുവെച്ച കെട്ടി ഒരു ചങ്ങാടമുണ്ടാക്കണം. കര പറ്റി കഴിയുമ്പോഴുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കണം തുഴഞ്ഞു നീങ്ങുമ്പോൾ നിന്റെ മനസ്സിൽ. തീരം എത്തിക്കഴിയുമ്പോൾ മറ്റാർക്കെങ്കിലും ഉപകരിക്കാനായി ആ ചങ്ങാടം വെള്ളത്തിലേക്ക് തള്ളിവിടണം. മുങ്ങിപ്പോകുമായിരുന്ന ആരെങ്കിലുമൊക്കെ ആ ചങ്ങാടം കയറി തീരമെത്തുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സ്വാർത്ഥതയില്ലാത്ത ഒരു ആനന്ദമുണ്ട്. അതായിരിക്കണം നിന്നെ ഇന്നും നയിക്കേണ്ടത്. അപ്പൊ നമ്മള് ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മൾ രക്ഷപ്പെട്ടാൽ നമ്മൾ മറ്റുള്ളവർക്കും നമ്മളെ പോലുള്ള പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് നമ്മളും ഒരു കൈത്താങ്ങാകുമ്പോൾ ചില വ്യക്തിത്വങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തിൽ വരാറ്. ഒരു അൺകണ്ടീഷണൽ ആയിട്ട് അതെന്താണ് അവർക്ക് നമ്മളെ കൊണ്ട് ചിലപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ടോ നമ്മളെ വലിയ നിലയിലാക്കിയിട്ടൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മളോട് ഒരു അൺകണ്ടീഷണൽ സ്നേഹം നമ്മളെ കാണിക്കാറുണ്ട്. അതായിരിക്കണം നമ്മളെ കൊണ്ട് മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒരു വെളിച്ചമാകാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതായിരിക്കണം. കാരണം ഇദ്ദേഹത്തിന്റെ പുസ്തകം, ഇതിലെ അവതാരകൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഒരു പുസ്തകം കൊണ്ട് ബാബു എബ്രഹാം ചെയ്തതും അതാണ്. അതായത് തന്റെ ജീവിതത്തിൽ എത്തിയപ്പോ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ പുസ്തകം എഴുതുന്നത് കൂടി മറ്റുള്ളവർക്കുള്ള ഒരു ചങ്ങാടം. കാരണം ലൈഫിലേക്ക് പ്രയാസങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ ഇതിലും വലിയ പ്രയാസം അനുഭവിച്ച വ്യക്തിത്വങ്ങളുണ്ട്, അവരുടെ ജീവിതത്തിൽ എവിടേക്കും എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു കഥ കൂടിയാണ് ഈ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പറയുന്നത്. ഈ പുസ്തകം നമുക്കറിയാം, ആടുജീവിതമൊക്കെ വായിക്കുമ്പോൾ, കാരണം ആ പുസ്തകം ആടുജീവിതം വായിച്ച് നമുക്ക് പല സമയങ്ങളിലും ആ പുസ്തകം മാറ്റി വെച്ചു. പിന്നീട് ആ പുസ്തകം നമ്മൾ അട്രാക്ട് ചെയ്യാറുണ്ട് ആദ്യം അത് വായിക്കാനുള്ള. കാരണം അതിന്റെ ചില ഭാഗങ്ങളൊക്കെ എത്തുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നാറുണ്ട്, മതി ഇനി ഇതിൽ അങ്ങോട്ടേക്ക് പോകാൻ പറ്റൂല എന്ന് വിചാരിച്ച് നമ്മൾ ആ പുസ്തകത്തെ മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ ആ പുസ്തകം നമ്മളൊരു 10 മിനിറ്റിൽ ആദ്യം നമ്മളെ വീണ്ടും വായിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കാറുണ്ട്. അതേ ഒരു ഫീലിംഗ് തന്നെയാണ് ഈ ഒരു പുസ്തകം നമ്മളിലൂടെ പോകുന്നത്. കാരണം എന്താണ് എന്നുള്ള ഒരു ഇത് അപ്പൊ ഇതില് ഈ പുസ്തകത്തിന്റെ ആദ്യ താളുകളിലൊക്കെ അദ്ദേഹം പറയുന്ന വളരെ കാരണം ഇതൊരു നമുക്ക് കുറച്ച് സങ്കടത്തോടെ ഇല്ലാതെ ഈ പുസ്തകം നമുക്ക് വായിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യസന്ധമായ കാര്യം. അത് ഇദ്ദേഹത്തിന് ഞാൻ പറഞ്ഞു അമ്മയും 4 മക്കളുമാണ്. അപ്പൊ അച്ഛൻ പൈസ ഉണ്ടാക്കാനായി ഈ 4 മക്കളെയും അമ്മയും ഉപേക്ഷിച്ച് പോവാണ്. അപ്പൊ ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഒരുപാട് കടവും ഇതൊക്കെ എടുത്ത് വീടിന് വേണ്ട പ്രാരാബ്ദങ്ങളൊക്കെ ആക്കിയിട്ടാണ് പൈസ ഉണ്ടാക്കാൻ ജീവിതത്തിൽ നിന്നുള്ള ഒരു ഒളിച്ചോട്ടം എന്ന് വേണമെങ്കിൽ പറയാം പോകുന്നത്. ഈ സ്ത്രീ, ഈ അമ്മ ചോദിക്കുന്നുണ്ട്, ഞാനും എന്റെ മക്കളും എന്താണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ അയാൾ ഒന്നും പറയാണ്ടാണ് പോകുന്നത്. അപ്പൊ അതിനുശേഷം ആ അമ്മയുടെ ഒരു ധൈര്യം, ആ മക്കളെങ്ങനെ തീരെ നിവൃത്തിയില്ലാണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാത്രി ഈ 4 മക്കളെയും കൂട്ടി അമ്മ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പൊ ആത്മഹത്യ ചെയ്യുന്നതിന്റെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ചാല് ഇതില് വെള്ളത്തിലേക്ക് എടുത്ത് ചാടും. അമ്മ ആദ്യം എടുത്ത് ചാടും, അതിനുശേഷം 4 മക്കളും എടുത്ത് ചാടണം എന്നാണ് പറഞ്ഞത്. അപ്പൊ മൂത്ത മകളുടെ പേര് ജെസ്സി എന്നാണ്. അപ്പൊ ജെസ്സി പറഞ്ഞു, അനക്ക് വെള്ളം പേടിയാണ് അമ്മ, ഞാൻ എങ്ങനെ. അപ്പൊ അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ നമ്മളെ 4 ആളെയും എടുത്ത് ചാടിയിട്ടാകുമ്പോ അമ്മ ചാടിക്കും എന്ന് പറഞ്ഞു. അപ്പോ അത് അമ്മക്ക് പറ്റൂല. കാരണം 4 ആളെയും വെള്ളത്തിലേക്ക് എടുത്ത് ചാടാൻ അമ്മക്ക് പറ്റുന്നില്ല. അതുകൊണ്ടാണ് അമ്മ പറഞ്ഞത് ഞാൻ ആദ്യം ചാടും, അതിനുശേഷം നിങ്ങളും ചാടണം. അപ്പോ ജെസ്സി പറഞ്ഞു, എനിക്ക് വെള്ളം കണ്ട പേടിയാണ്, എനിക്ക് ചാടാൻ ബുദ്ധിമുട്ടുണ്ട്. ആ രാത്രി അവരൊരു ജീവിതത്തിന്റെ നിസ്സഹായ അവസ്ഥയാണ്. ആ രാത്രി ആ ജെസ്സി അമ്മയോട് ഒരു സജഷൻ ചോദിക്കുന്നു, നമ്മൾ ഈ നാട്ടുകാർക്കല്ലേ നമ്മളെ അറിയൂ, നമുക്ക് വേറെ ഈ നാട് വിട്ട് വേറൊരു നാട്ടിൽ പോയിട്ട് നമുക്ക് തെണ്ടിയിട്ടെങ്കിലും ജീവിച്ചൂടെ എന്നുള്ളത്. കാരണം മരിക്കണോ എന്നുള്ളൊരു ചോദ്യം.
ആ ചോദ്യമായിരിക്കണം ആ അമ്മക്ക്. കാരണം മരിക്കാൻ ആത്മഹത്യ ചെയ്യാൻ ഇഷ്ടമുണ്ടായിട്ടല്ല, ജീവിതത്തിൽ വേറൊരു വഴിയില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് അമ്മ മക്കളെയും കൂട്ടി തിരിച്ചു വരുന്നു. നമ്മുടെ സമൂഹത്തിൽ അറിയാം, പിന്നെ ഭർത്താവ് ഇല്ലെങ്കിൽ അപ്പൊ പിന്നെ മക്കളെ അച്ഛന്റെ വീട്ടിലേക്ക് ആക്കണം നിങ്ങളെയും. അപ്പൊ പക്ഷെ ആ സ്ത്രീ അതിനൊന്നും റെഡി ആയിരുന്നില്ല. കാരണം മക്കളെ അവരെടുക്കുന്ന വിട്ട് നിർത്തി ഭർത്താവിന്റെ വീട്ടിലേക്ക് ആക്കാനും ആ സ്ത്രീക്ക് അവരുടെ വീട്ടിലേക്ക് പോകാനൊന്നും ഇതായില്ല. അപ്പൊ അവര് പിന്നെ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, അതായത് പിന്നെ പള്ളിയിൽ അച്ഛനോട് ചോദിക്കുന്നുണ്ട്, ദൈവമായിട്ട് ആക്കിയ ആളെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതാക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ അച്ഛനാണ് എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കാരണം ഒരു അമ്മയുടെ നിസ്സഹായാവസ്ഥയാണ്. നമ്മൾ പല സിനിമകളിലൊക്കെ അത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആകാശദൂത് പോലുള്ള സിനിമകളിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. പിന്നെ മക്കളെ സ്പ്ലിറ്റ് ആകുമ്പോൾ അമ്മയുടെ വേദന, ചിലപ്പോൾ അങ്ങനെയാണ് സമൂഹം പറയാറ്. വേറെ കല്യാണം അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ കൊടുക്കും. പക്ഷെ അമ്മയെ സംബന്ധിച്ച് ആ 4 മക്കൾക്ക് വേണ്ടിയാണ് പിന്നീടുള്ള ജീവിതം എന്നുള്ളതാണ്. പക്ഷെ പിന്നെ ഈ പുസ്തകത്തിലൂടെ നമ്മൾ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ പിന്നെ എങ്ങനെയാണ് അവർ ഫേസ് ചെയ്തെന്നുള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട്, പിന്നെ കാരണം ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ പാടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും ആ എഴുത്തിന്റെ ആ ഒരു ശൈലിയിൽ, കാരണം നല്ല എഴുത്തും കൂടിയാണ്. പിന്നെ അദ്ദേഹം കുറെ കാലം കൂടിയാണ് ഈ പുസ്തകം എഴുതി. ഈ പുസ്തകം എഴുതാനുള്ള ഒരു റീസൺ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ഫ്രാൻസിലാണ് ഇപ്പം ജീവിക്കുന്നത്. ഫ്രാൻസിലെ ഒരു വിസിറ്റിംഗ് മാനേജ്മെന്റ് പ്രൊഫസറാണ് അദ്ദേഹം, ബാബു എബ്രഹാം. അപ്പൊ ആ സമയത്ത് 2023 ഒരു ചെറിയൊരു ഡിപ്രഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. പിന്നെ കാരണം ഞാൻ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടും എല്ലാം എനിക്ക് കുരിശാണല്ലോ, അങ്ങനെയാണ് അദ്ദേഹം അതിന്റെ ആമുഖത്തിൽ പറയുന്നത്. എല്ലാം എനിക്ക് കുരിശാണല്ലോ കർത്താവേ നീ തരുന്നത് എന്നുള്ള ചോദ്യം, ഇനി എന്തിന് ജീവിച്ചിരിക്കണം എന്നുള്ളൊരു 2023 നവംബർ 27 ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ അധ്യായം അദ്ദേഹം എഴുതുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മേരിയുടെ മകനാണോ ഇത് സംസാരിക്കുന്നത്? കാരണം ജീവിതത്തിന്റെ ഇതിലും വലിയ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നേരിട്ട ഒരു അമ്മയുടെ മകനാണോ? ജീവിതം മടുത്തു, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യം. അതിലൂടെയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, തന്റെ ആ പഴയ കാലം അമ്മയെ പറ്റി ഓർമ്മിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, ഈ പുസ്തകത്തിലുടനീളം ഈ പുസ്തകം എഴുതുമ്പോൾ എന്റെ അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഉണ്ടായിരുന്നു, കാരണം അമ്മയുടെ കരുതൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പൊ അവിടുന്നാണ് അദ്ദേഹം ഈ പുസ്തകത്തിന്റെ 2023 നവംബർ 27 ഇതിന്റെ ആദ്യത്തെ അധ്യായം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. 36 അധ്യായമാണ് ഈ പുസ്തകത്തിലുള്ളത്. ആദ്യത്തെ അധ്യായം ഇദ്ദേഹം എഴുതിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം പിന്നെ ഫാദർ ഇതായി, പിന്നെ തിരിച്ച് ഇവര് കൂലിപ്പണിയൊക്കെ എടുത്തു. പക്ഷെ ബാങ്കിന്റെ ജപ്തി അതിന്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ അവർക്ക് ജീവിതം മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ട്. ആ സമയത്താണ് പിന്നെ മക്കളെ ഇവര് തൃശ്ശൂരുള്ള പിന്നെ അനാഥാലയത്തിൽ, അതായത് അപ്പൊ അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് 4 ആളെയും പാർപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാല് നമ്മള് പിന്നെ കുട്ടികൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല പിന്നെ ഓരോ സ്ഥലങ്ങളിലും സംഭവിക്കുന്നത്. ഈ ആ ഒരു ഏരിയ അനാഥാലയത്തിൽ അവര് ജീവിച്ച ഓരോ ഇതും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏകദേശം 1974 ബാബു എബ്രഹാം ജനിക്കുന്നത്. പിന്നെ നമുക്ക് തോന്നാറ്, ഇപ്പൊ നമ്മളെ കാലഘട്ടത്തിൽ എന്നെക്കാൾ ഒരു 5-8 വയസ്സ് മൂത്ത ഒരു വ്യക്തിയാണ്. കാരണം നമ്മളൊക്കെ എത്രയോ ഭാഗ്യവാന്മാരാണെന്ന് തോന്നാറുണ്ട്. കാരണം നമ്മൾ അത്ര ബുദ്ധിമുട്ടൊന്നും നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. പക്ഷേ അതേ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇപ്പം റീസെന്റ് ആയിട്ട് ഒരു 1-2 ആഴ്ച മുമ്പ് ഒരു കുട്ടി, 1.5 വയസ്സുള്ള ഒരു കുട്ടിയെ വളരെ മൃഗീയമായി ഇതായി. അപ്പൊ നമുക്കൊരു സങ്കടം, എന്താണ് ആ കുട്ടിക്ക്. പക്ഷെ നമ്മൾ ഓർമ്മിക്കേണ്ടത്, ഇതുപോലുള്ള ഒരുപാട് കുട്ടികൾ ഇന്നും ഉണ്ട്. കാരണം ഇത് ചിലതൊക്കെ നമ്മൾ അറിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോ ഇങ്ങനെയും ചില ജീവിതങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാകുമ്പോഴാണ് നമുക്കറിയുന്നത് നമ്മൾ കുറെ ഭാഗ്യവാന്മാരായിരുന്നു ഇതിൽ എന്നുള്ളത്. കാരണം തൃശ്ശൂരുള്ള അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ യൂട്യൂബിൽ ഞാൻ ഈ പുസ്തകം വായിച്ചതിന് ശേഷം ബാബു ഇബ്രാഹിമിന്റെ കുറെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടിരുന്നു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, അതിലുള്ള തൃശ്ശൂരില് ഈ പുസ്തകത്തിലുള്ളതൊന്നും അല്ല, അതിനേക്കാളും കൂടുതലൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ അപ്പൊ അത്രക്കും ഇതായിട്ടാണ് ഇതിലൊക്കെ നടക്കുന്നത്. കാരണം ഇദ്ദേഹത്തിന്റെ ആ ഒരു ആശ്രമത്തിലൊക്കെ കുട്ടികളെ ബാത്റൂം കഴിപ്പിക്കുന്നതും ഇതൊക്കെ വളരെ മോശമായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യാം. അവിടുന്ന് അമ്മ തിരിച്ചു കൊണ്ടുപോവാണ്. 1 വർഷം കഴിഞ്ഞപ്പോൾ തിരിച്ചാദ്യം മക്കളെ വീട്ടിലേക്ക് തന്നെ. കാരണം അവിടുത്തെ അവസ്ഥയും പിന്നെ അവരുടെ ശിക്ഷയും അതൊക്കെ കണ്ടപ്പോ ശരിക്കും പറഞ്ഞ ഒരു രക്ഷിതാവിനും സഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. അപ്പൊ ഒരു പക്ഷെ ഇത് വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്, എന്താ പല സ്ഥലങ്ങളിലും സംഭവിക്കുന്ന ഇതാണ്. കാരണം പല ഏരിയകളിലും ഇത് അദ്ദേഹത്തിന്റെ അനുഭവമാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് പോലെ നമുക്ക് അനുഭവങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ കഥകളായിട്ട് മാത്രമേ തോന്നാറുള്ളൂ എന്ന് പറയുന്നത് പോലെ, ഇതൊക്കെ പിന്നെ ഇത് വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇങ്ങനെയും കുറെ ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ളത്. അതിനുശേഷം അദ്ദേഹം പിന്നെ നാട്ടിലേക്ക് അമ്മയുടെ കൂടെ
താമസിക്കുമ്പോഴാണ് പിന്നെ സ്കൂളിലേക്ക് പോകുന്നു. സ്കൂളിൽ പോകുമ്പോൾ പിന്നെ ആ ഒരു ആ കാലഘട്ടത്തിന്റെ പട്ടിണിയാണ്. കാരണം വീട്ടില് ഭക്ഷണം കൊണ്ട് പോകാനൊന്നും ഇല്ല. അപ്പൊ ഉച്ചക്ക് എപ്പോഴും പട്ടിണിയാണ്. അപ്പൊ പട്ടിണിയാകുമ്പോൾ അവിടെ പുതിയതായി ജോയിൻ ചെയ്ത കുട്ടി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നു. അപ്പൊ അവള് ഒരു കാലം കഴിഞ്ഞപ്പോൾ അവള് പഠനം നിർത്തുന്നു, വീണ്ടും പട്ടിണി. കാരണം അതൊക്കെ നമ്മളെ ജീവിതവുമായി ഒരുപക്ഷെ നമ്മൾ ആ അനാഥാലയത്തിലൊന്നും പോയിട്ടില്ലെങ്കിലും നമ്മളും ചെറിയ ചെറിയ പട്ടിണികളൊക്കെ നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മളും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യസന്ധമായ കാര്യമാണ്. കാരണം പിന്നെ നമ്മളിപ്പോ സ്കൂളിൽ പോകുമ്പോൾ നമുക്ക് ഡെയിലി പിന്നെ ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ പുറത്തുനിന്നോ ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതൊക്കെ നമ്മൾക്ക് മനസ്സിലാകുമ്പോൾ വായിക്കുമ്പോൾ നമുക്കും നമ്മളുടെ ജീവിതമൊക്കെ കുറെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കുറെ പട്ടിണികളും അതൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ സംഭവിച്ചതിന് ശേഷം ഇതിൽ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, കാരണം വായിച്ചു തന്നെ അറിയണം. കാരണം ഈ നോവലാകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമുണ്ട്. കാരണം ഒരു മോട്ടിവേഷൻ ബുക്ക് പറയുന്നത് പോലെ പോയിന്റ് ടു പോയിന്റ് പറയാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അത് വായിക്കുമ്പോഴാണ് നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാവുക. ഈവൻ അവിടുന്ന് അതിനുശേഷം, അതായത് ഒരു ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷം നമുക്കൊരു കൗമാര കാലഘട്ടം ബാബു എബ്രഹാമിനെ സംബന്ധിച്ചും. ബാബു എബ്രഹാം കൗമാര കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് സ്കൂളുകളിലും കോളേജുകളിലൊക്കെ സ്കൂളിലൊക്കെ തന്തയില്ലാത്തവൻ എന്നുള്ളൊരു മോശം പേര് ഇതാക്കും. അത് നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഒരു കൗമാരം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മളാണ് ഭയങ്കര ഒരു വേറൊരു വേൾഡിലായിരിക്കും. അപ്പൊ നമ്മളെ ആരെങ്കിലും വേഗം ദേഷ്യം വരും. ചിലപ്പോൾ ആ ഹോർമോണിന്റെ ചേഞ്ച് അതൊക്കെ ആ ഒരു സമയത്താണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളെ ആരെങ്കിലും ഇൻസൾട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ശ്രദ്ധാലുവായിരിക്കും. നമ്മൾ ആരും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല, അതല്ല ഇതെല്ലാം എന്നുള്ളൊരു കാര്യം. ആ ഒരു ടൈമിലാണ് അദ്ദേഹത്തിന്റെ അമ്മയോട് ഒരു ദേഷ്യം സംഭവിക്കുന്നുണ്ട്. കാരണം ഇതേ എവിടെയെങ്കിലും പോയാൽ പിന്നെ സുഹൃത്തുക്കൾ പറയും തന്തയില്ലാത്തവനല്ലേ, തന്ത വിട്ടുപോയവനല്ലേ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഇൻസൾട്ട് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് അവനോടും പിന്നെ അവന്റെ അമ്മയോടും ഒക്കെ ദേഷ്യം വന്ന് വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം ഒരുപാട് പിന്നെ ഇപ്പൊ കോട്ടയം ടൗണിൽ എത്തുന്നുണ്ട്. കോട്ടയം ടൗണിൽ എത്തുമ്പോൾ വേറൊരാള് പിന്നെ ബാംഗ്ലൂരിൽ നല്ല ജോലി തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി മിസ്യൂസിങ്ങിന് വേണ്ടി നോക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ച് ഒരു രാത്രി പിന്നെ KSRTC ബസ് സ്റ്റാൻഡിൽ ഉറങ്ങാൻ വേണ്ടി പോകുമ്പോൾ പോലീസുകാരുടെ മർദ്ദനം ഏൽക്കുന്നുണ്ട്. കാരണം അതൊക്കെ കാണുമ്പോഴാണ് ജീവിതത്തിന്റെ, പോലീസുകാർ നന്നായി അടിച്ചു ഓടിക്കുന്നുണ്ട്. മലയാള മനോരമയിലേക്ക് പോകാൻ വേണ്ടി അന്നും കുറച്ച് കഥകളൊക്കെ പുള്ളി എഴുതുമായിരുന്നു. അത് മലയാള മനോരമക്ക് കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷെ അത് താമസിക്കാൻ ഹോട്ടൽ മുറിയിലൊക്കെ കൊടുക്കാനൊന്നും പൈസയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങളാണ് പുള്ളി പറയുന്നത്. അതായത് ആ കൗമാര കാലഘട്ടത്തിൽ പിന്നെ നമുക്ക് അങ്ങനെയാണ്. നമുക്ക് ചെറുപ്പത്തിലൊക്കെ നമുക്ക് അച്ഛനും അമ്മയോടൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും. കൗമാരത്തിലെത്തുമ്പോഴാണ് നമുക്ക് ഇവരെ എതിർക്കാനും ചോദ്യം ചെയ്യാനൊക്കെ ഉള്ള ഒരു വാസനകളൊക്കെ ഉണ്ടാവും. എന്തുകൊണ്ട്, എങ്ങനെ, അത് ആ ഒരു പ്രായത്തിന്റെ ഒരു പ്രശ്നമാണ്. അപ്പൊ അതിനുശേഷം അദ്ദേഹം പിന്നെ ഹോട്ടലുകളിൽ കുറെ പണിയെടുക്കുന്നു. ഹോട്ടലിന് അപ്പൊ അമ്മയോട് പറയുന്നു ഇന്ന് ഏതൊരു പെരുന്നാളിന് അന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞിട്ട് കത്തെഴുതുന്നുണ്ട് അമ്മക്ക്. പക്ഷെ ആ സമയത്താണ് അദ്ദേഹം ഒരു ഹോട്ടലിൽ സപ്ലയർ ആയിട്ട് കയറുന്നത്. സപ്ലയറായി കയറുന്നത് കൊണ്ട് തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഈ ഹോട്ടലുകാരൻ ഇവർക്ക് ലീവ് കൊടുക്കുന്നില്ല. നീ വന്നിട്ട് ഒരാഴ്ചയിലായിട്ടു, എന്തിനാണ് പിന്നെ ഇത്രയും വേഗം ലീവ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ആ പെരുന്നാളിന് പോകാൻ വേണ്ടി പറ്റുന്നില്ല. ഒരു 3 മാസമൊക്കെ കഴിഞ്ഞാണ് പിന്നീട് അമ്മയെ കാണാൻ പോകുന്നത്. രാത്രിയാണ് പോകുന്നത്. അപ്പൊ അമ്മക്കിപ്പോ മകനെ പറ്റി വലിയ ഇതൊന്നും ഇല്ല. കാരണം ഫോൺ കോളും അതൊന്നും ഇല്ലാതുകൊണ്ട് ഒരു വിവരവും ഇല്ല. മകൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നുള്ളൊരു ഇതൊന്നും ഇല്ല. അപ്പൊ ഒരു ദിവസം രാത്രിയാണ് മകൻ വീട്ടിലേക്ക് എത്തുന്നത്. ആ ഒരു സീനൊക്കെ വളരെ പിന്നെ നന്നായി വിവരിച്ചിട്ടുണ്ട് ബാബു എബ്രഹാം. അത് കഴിഞ്ഞ് അവിടുന്ന് പിന്നീട് പഠനം ഉഷാറാക്കുന്നു. SLC പിന്നെ മാർക്ക് SLC ആ സമയത്ത് SLC റിസൾട്ട് വരുമ്പോൾ SLCയിൽ ഇദ്ദേഹം നല്ല പ്രകടനമൊന്നും വെച്ചില്ല. അതിനുശേഷം +2 അതിനൊക്കെ നല്ല മാർക്കുകളൊക്കെ വാങ്ങി പിന്നെ നല്ല കോളേജുകളിൽ അഡ്മിഷൻസ് എടുക്കുന്നു. അതിനു വേണ്ടി അദ്ദേഹത്തിന് പിന്നീട് +2 കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പിന്നെ ബിരുദം എടുക്കണം എന്നുള്ളത്. BA ഇംഗ്ലീഷ് എടുക്കണം. അപ്പൊ അതിന് ചങ്ങനാശ്ശേരി SB കോളേജിൽ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ നമുക്കറിയാം ഏത് മതത്തിലായാലും, ഒരു മതത്തെയും ഞാൻ കുറ്റം പറയല്ല, ഏത് മതത്തിലും നല്ല ആൾക്കാരുമുണ്ട്, മോശം ആൾക്കാരുമുണ്ട്. കുറെ മുസ്ലിം മതമായാലും ശരി, ഏത് മതത്തിലും. അപ്പൊ അങ്ങനെയുള്ള ചില അനുഭവങ്ങളൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ചില അച്ഛന്മാരോട് പിന്നെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവരും വളരെ മോശമായി പെരുമാറുന്നതും, നീ വല്ല കൂലിപ്പണിയും എടുത്ത് നീ അമ്മേനെയൊക്കെ നോക്കിയാൽ മതി, ഇനി നീ ഡിഗ്രിക്കൊന്നും പോകണ്ട, അങ്ങനെ റെക്കമെൻഡേഷൻ ഒന്നും തരാൻ പറ്റൂല എന്ന് പറയുന്ന പിന്നെ അവരുണ്ട്. ചില അച്ഛൻ തന്നെയാണ് അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്തത്. കാരണം ചങ്ങനാശ്ശേരി SB കോളേജിൽ കിട്ടാൻ വേണ്ടി സഹായിക്കുകയൊക്കെ ചെയ്തത് വേറെ ആൾക്കാർ തന്നെയാണ്. അതായത് അതേ സമുദായത്തിൽപ്പെട്ട നല്ല മനുഷ്യരാണ്.
അപ്പൊ ഇതിൽ എല്ലാറ്റിലും ഉണ്ട് നല്ലതും മോശവും എന്നുള്ളത്. ഏതിലും എല്ലാം നല്ലതല്ല, എല്ലാം മോശവുമല്ല എന്നുള്ളതാണ്. ഇപ്പോ SB കോളേജിൽ പഠിക്കുന്നു, 3 വർഷം കഴിഞ്ഞു. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു മാർക്കോട് കൂടി പാസ്സാകുന്നു. പിന്നീടാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് ഇതിന്റെ സൈക്കോളജി, ഇംഗ്ലീഷ് കഴിഞ്ഞതിന് ശേഷം സൈക്കോളജിയിലേക്ക് ഇതെടുക്കാൻ വേണ്ടിയാണ്, ബിരുദാനന്തര ബിരുദം എടുക്കാനാണ് പോകുന്നത്. ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ ചില മനുഷ്യരുണ്ട് നമ്മളുടെ പുരോഗതി മാത്രം ആഗ്രഹിക്കുന്നവർ. അപ്പൊ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ ഒരാളുണ്ട്. ഇദ്ദേഹത്തിന്റെ +2 കഴിഞ്ഞ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇദ്ദേഹം ഫ്രീ ആയിട്ട് ഈ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് 2 മാസം ബാബു എബ്രഹാമിന് ഫ്രീ ആയിട്ട് കമ്പ്യൂട്ടർ കോഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കുമായിരുന്നു. ബാബു എബ്രഹാം പറയുന്നുണ്ട്, എന്തിനാണ് ഇയാൾ എന്നെ ഇത്രയും ഹെൽപ്പ് ചെയ്തതെന്ന് അറിയത്തില്ല. പക്ഷെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു ആഗ്രഹമായിരുന്നു സിവിൽ സർവീസ് പരീക്ഷ എഴുതണം എന്നുള്ളത്. അപ്പൊ അതിന് വേണ്ട പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുക കമ്പ്യൂട്ടർ സെന്ററിലെ വ്യക്തി ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ഡൽഹിയിൽ ബിരുദാനന്തര ബിരുദത്തിന് പോയപ്പോഴാണ് അദ്ദേഹത്തിന് ഒരു വർഷം, ആദ്യത്തെ വർഷം ഇത് ബിരുദാനന്തര ബിരുദം MA സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ന്യൂസ് പേപ്പറിൽ ഒരു ഇത് വരുന്നത്. ന്യൂസ് പേപ്പറിൽ വരുന്ന ഒരു ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ഒരു ഇന്റർവ്യൂ ഉണ്ട് ഫ്രാൻസിലേക്ക് ഒരു റിപ്പോർട്ട് ചെയ്യാൻ, അതായത് ഒരു സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി 1 മാസത്തേക്ക് ഫ്രാൻസിൽ പോകണം. പക്ഷെ അതിന്റെ ക്വാളിഫിക്കേഷൻ പറയുന്നത് ബിരുദാനന്തര ബിരുദം കഴിഞ്ഞവരായിരിക്കണം എന്ന് പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് ഇദ്ദേഹം ഫസ്റ്റ് ഇയർ ഇതാണ് സൈക്കോളജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ക്വാളിഫിക്കേഷൻ ഇല്ല എന്ന് അറിഞ്ഞിട്ടും അദ്ദേഹം അതിന് അപ്ലൈ ചെയ്യുമ്പോൾ അതിനൊരു റീസണും കൂടി ഉണ്ടായിരുന്നു. ഈ ഡിഗ്രി കഴിഞ്ഞ് ഡൽഹിയിലേക്ക് പോയപ്പോഴാണ് ഒരു ഡോക്ടർ, ഇദ്ദേഹത്തിന്റെ പരിചയത്തിലുള്ള ഒരു ഡോക്ടർ വിളിച്ച് പറയുന്നത്, നമുക്ക് ക്യാൻസറിന്റെ ഇതാണ്, ഇപ്പൊ 3ാമത്തെ സ്റ്റേജ് ആണ്. ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് അമ്മയെ എങ്ങനെയും എന്ത് ചെയ്യണം, ചികിത്സിച്ച് റെഡിയാക്കണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഇദ്ദേഹം ജീവിക്കുന്നത്. ഇപ്പൊ ഇന്റർവ്യൂവിന് പോകാനുള്ള ഒരു കാരണവും ആ റിപ്പോർട്ട് കൊടുത്താൽ 2 lakhs rupees കിട്ടും എന്നുള്ളതാണ്. ഫ്രാൻസിൽ പോയിട്ട് റിപ്പോർട്ട് കൊടുത്താൽ 2 ലക്ഷം റുപ്യ കിട്ടും. ആ 2 ലക്ഷം റുപ്യ കിട്ടിയാൽ അമ്മയുടെ ക്യാൻസർ ചികിത്സ എന്നുള്ളൊരു കൺസെപ്റ്റ്. ഡൽഹിയിൽ അദ്ദേഹം ജീവിക്കുന്നത് ട്യൂഷൻ എടുത്തും അങ്ങനെയൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം നടന്നു പോകുന്നത്. പക്ഷെ ആ ഒരു തുച്ഛമായ പൈസ കൊണ്ട് അമ്മ, അനിയത്തിയുടെ കല്യാണം, അതൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പൊ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ ആ ഇന്റർവ്യൂവിന് പോയപ്പോൾ ഇന്റർവ്യൂ ബോർഡിലുള്ളവർ പറയുന്നു, നിങ്ങൾ ക്വാളിഫൈഡ് അല്ല, നിങ്ങൾ എന്തിനാണ് അപ്ലൈ ചെയ്തത്? ഇദ്ദേഹത്തെയാണ് ലാസ്റ്റ് അവസാന ഇന്റർവ്യൂ ചെയ്യുന്നത് ഇദ്ദേഹത്തെയാണ്. കാരണം ഇദ്ദേഹത്തിന് എടുക്കണ്ട എന്നുള്ള കൺസെപ്റ്റ്, കാരണം അതിന്റെ ക്വാളിഫിക്കേഷൻ ഇല്ല. പക്ഷേ അദ്ദേഹം പറയുന്നു, എനിക്ക് എങ്ങനെയും പോയേ പറ്റും, കാരണം എനിക്ക് എന്റെ അമ്മയെ ചികിത്സിക്കാൻ. അപ്പൊ അദ്ദേഹം പറയുന്ന ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്നെ അയക്കൂ, ഈ ട്രാവലിംഗ് എക്സ്പെൻസ് മാത്രം നിങ്ങൾ തന്നെ അയക്കൂ. ഈ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് അല്ല ഞാൻ തന്ന റിപ്പോർട്ട് എങ്കിൽ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ പൈസ തരണ്ട. നിങ്ങൾ പ്ലാൻ ചെയ്ത 2 ലക്ഷം രൂപ നിങ്ങൾ എനിക്ക് തരണ്ട. നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ, സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ, ആ റിപ്പോർട്ടിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നിങ്ങൾ എനിക്ക് പൈസ തന്നാൽ മതി എന്നുള്ളൊരു ഗ്യാരണ്ടിയിലാണ് ഇദ്ദേഹത്തെ അയക്കുന്നത്. അപ്പോൾ തന്നെ ഇന്റർവ്യൂ ബോർഡിലുള്ള ഫ്രഞ്ച് ലേഡി പറയുന്നു, ഡീൽ, നിങ്ങൾക്ക് പോകാം എന്നുള്ളതിൽ കാര്യങ്ങൾ ശരിയാകുന്നു. അദ്ദേഹം ഫ്രാൻസിൽ പോകുന്നു. അപ്പൊ നിത്യമായി എല്ലാ ദിവസവും ഫ്രാൻസിൽ പോയതിനു ശേഷം എല്ലാ ദിവസവും പള്ളിയിൽ പോവാറുണ്ട്. അപ്പോ ഫ്രാൻസിൽ അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ പോലെയല്ല, എല്ലാ സൺഡേസ് ഒന്നും അധികം ആളും പള്ളിയിൽ വരാറില്ല. പക്ഷെ കുറച്ച് വയസ്സായവരാണ് സ്ഥിരമായി പള്ളിയിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നിരന്തരമായി പള്ളിയിൽ പോകുന്നത് കൊണ്ട് പലരും ഇദ്ദേഹത്തെ നോട്ട് ചെയ്യാറ്. ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം ഒരു കറുത്ത നിറത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇതെന്താണ്, ആരാണ് എന്നൊക്കെയുള്ള ഒരു ഇതുകൊണ്ടൊരു ആകാംക്ഷ. ഒരു ദിവസം ഒരു വയസ്സായ ഒരു സ്ത്രീ ചോദിക്കുന്നു, ആർ യു ഇന്ത്യൻ ചോദിക്കുന്നു. അപ്പൊ എസ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീ പറയുന്നു, അവർക്കും ഒരു പ്രണയം ഉണ്ടായിരുന്നു ഇന്ത്യയിൽ, അദ്ദേഹം ഇതാ തേച്ചിട്ട് പോയതാണ്. ഇപ്പം ഫ്രഞ്ചിലുള്ള ഒരു ആളെ കല്യാണം കഴിച്ചു, 4 മക്കളുണ്ട്, അയാൾ മരിച്ചു. അപ്പൊ അങ്ങനെ സ്വസ്ഥമായി ജീവിക്കുന്നു. ബാബു എബ്രഹാമിനെ വിളിക്കുന്നു വീട്ടിലേക്ക് ചായ സൽക്കാരത്തിനും ഒക്കെ. ഒരുപക്ഷെ ആ സ്ത്രീയോട് കണ്ടുമുട്ടിയതിന് ശേഷമാണ് കുറച്ചൊക്കെ ജീവിതത്തിൽ നല്ല ഫ്രാൻസിൽ അദ്ദേഹത്തിന് നല്ല കാലഘട്ടം വരുന്നത്. ഒരു അമ്മയെ പോലെയാണ് അദ്ദേഹം പിന്നീടുള്ള ഇതിൽ പറയുന്നുണ്ട്, ഒരമ്മ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതേപോലെയാണ് എന്നെ കണ്ടിരുന്നത് എന്നുള്ള ഒരു ഇത് പറയുന്നുണ്ട്. തീർച്ചയായും ആ പ്രൊജക്ട് കഴിഞ്ഞ് ഇദ്ദേഹത്തിന്റെ നമ്മൾ ഒരു ബാംഗ്ലൂരിലോ അല്ലെങ്കിൽ ചെന്നൈയിലൊക്കെ പോകുമ്പോൾ നമ്മളുടെ ഒരു സ്ഥിരം പരിപാടി, നമ്മൾ ആദ്യം അന്വേഷിക്കുക മലയാളീസ് എവിടെ ഉണ്ടോ അവിടെ ഒന്ന് നോക്കാനാണ് നോക്കുക. കാരണം നമ്മൾ ആദ്യം ബാംഗ്ലൂരിൽ പോയാലും എവിടെ പോയാലും നമ്മൾ മലയാളീസിനാണ് അന്വേഷിക്കുക. ഇദ്ദേഹം ഡൽഹിയിൽ ആദ്യം പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ അമ്മ പറയുന്ന വളരെ മനോഹരമായ സംഭവം ഉണ്ട്, ഡൽഹി പോയിട്ട് നീ മലയാളിനെ അന്വേഷിക്കാൻ പാടില്ല, ഡൽഹിനേക്കാളും കൂടുതൽ മലയാളികൾ കേരളത്തിലുണ്ട്. അപ്പൊ
ഡൽഹിയിലേക്ക് പോയിട്ട് നമ്മളെന്താണ് ചെയ്യാറ്? നമ്മൾ കേരളത്തിന് പുറത്ത് പോകുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാണ് മലയാളീസ് എന്നുള്ളതാണ് അന്വേഷിക്കുക. പക്ഷെ അദ്ദേഹത്തിന്റെ അമ്മ, കാരണം എനിക്കൊരു അത്ഭുതം തോന്നിയത്, എത്ര വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാതൊരു സ്ത്രീ പിന്നീട് ഉപദേശം, കാരണം ഡൽഹിയിൽ പോയിട്ട് നീ മലയാളിയെ അന്വേഷിക്കാൻ പാടില്ല, മലയാളിയെ അന്വേഷിച്ചിട്ടാണ് നീ പോകുന്നുണ്ടെങ്കിൽ ഡൽഹിയിൽ പോകേണ്ട കാര്യമില്ല, കേരളത്തിൽ അതിനേക്കാളും കൂടുതൽ മലയാളീസ് ഉണ്ട്. അതേപോലെ ഫ്രാൻസിലേക്ക് പോകുമ്പോൾ അമ്മ പറയുന്നുണ്ട്, ഫ്രാൻസിൽ പോയിട്ട് ഇന്ത്യക്കാർ തപ്പാൻ പാടില്ല, നീ ഇന്ത്യക്കാരെ തപ്പാനാണ് പോകുന്നതെങ്കിൽ, ഇന്ത്യക്കാരെ കണ്ടുമുട്ടാനാണ് പോകുന്നുണ്ടെങ്കിൽ ഫ്രാൻസ് വരെ പോകേണ്ട കാര്യമില്ല, ഇന്ത്യയിൽ അതിനേക്കാളും കൂടുതൽ ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മള് മോട്ടിവേഷനിലൊക്കെ പറയാറുണ്ട് കംഫേർട്ട് സോണിനെ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത്. ചിലപ്പോ ആ അമ്മ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത് നീ നിന്റെ കംഫേർട്ട് സോണിനെ ബ്രേക്ക് ചെയ്താലേ നീ ജീവിതത്തിൽ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പറ്റൂ എന്നുള്ളതാണ്. കാരണം നമ്മള് മലയാളിന്റെ കൂടെ ഇരിക്കുമ്പോൾ നമ്മളൊരു സുഖം പിടിക്കാറുണ്ട് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇന്ത്യന്റെ അടുക്കൽ നിൽക്കുമ്പോൾ ആ ഒരു സുഖം പിടിക്കാറുണ്ട്. അപ്പൊ ഈ സ്ത്രീ, അതായത് ഫ്രാൻസിൽ പരിചയപ്പെട്ട ആ സ്ത്രീ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ട്. കാരണം തിരിച്ച് പിന്നെ ഡൽഹിയിലേക്ക് പോകുമ്പോൾ എയർപോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യുന്നു. ഡൽഹിയിലെത്തി പ്രൊജക്ട് സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഒരു 1 വീക്ക് 2 വീക്സിന് ശേഷം അദ്ദേഹത്തിന് ആ പൈസ, ഗവൺമെന്റ് പറഞ്ഞ പൈസ, ഫ്രഞ്ച് അവർ പറഞ്ഞ പൈസ തിരിച്ചു കൊടുക്കും. കാരണം ആ റിപ്പോർട്ട് അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു. ആ പൈസ കിട്ടുന്നു. അപ്പൊ അമ്മയുടെ ചികിത്സകൾ ഇങ്ങനെ കഴിയുന്നു, ചികിത്സ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോഴാണ് വീണ്ടും ഡൽഹിയിലേക്ക് തിരിച്ചു പോകുന്നു. ഡൽഹിയിലേക്ക് തിരിച്ചു പോകുമ്പോൾ തിരിച്ചു പോയ അച്ഛൻ, പിന്നെ അച്ഛൻ, ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞ അച്ഛൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അച്ഛൻ തിരിച്ചു വരുന്നുണ്ട് വീട്ടിലേക്ക്. അതും ഒരു നല്ല മൊമെന്റ് ആണ്. കാരണം പൊതുവെ നമ്മളെ നാട്ടിലൊക്കെ പിന്നെ അങ്ങനെ പൊതുവെ ഒരു സൈക്കോളജി അനുസരിച്ചിട്ട് അച്ഛൻ തിരിച്ചു വന്ന പിന്നെ അമ്മ കയറ്റാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ ഈ അമ്മ അച്ഛനെ കയറ്റുന്നു എന്നുള്ളതാണ് ആ പുസ്തകത്തിന്റെ ഒരു ബ്യൂട്ടിഫുൾ. അപ്പോ അമ്മ മക്കളോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ കിട്ടിയത് ഇദ്ദേഹത്തെ കൊണ്ടാണ്, അപ്പൊ ഞാൻ ഇദ്ദേഹത്തെ സ്വീകരിക്കും. ഇനി നിങ്ങൾക്ക് ഇദ്ദേഹത്തെ സ്വീകരിക്കാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ ഇറങ്ങി പോയിക്കോ വീട്ടിൽ. കാരണം അതൊരു ചിലപ്പോൾ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയി. കാരണം എനിക്ക് 4 നല്ല മക്കളെ കിട്ടിയത് ഇദ്ദേഹത്തെ കൊണ്ടാണ്. നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങി പോകാം, പക്ഷെ അദ്ദേഹം ഇവിടെ താമസിക്കും എന്നുള്ളത് അതൊരു ഇതായിട്ട്. പിന്നീടും വീട്ടിൽ തിരിച്ചച്ഛൻ കയറുമ്പോൾ ഈ സ്ത്രീ 1-2 ഇത് പറയുന്നുണ്ട്, വെള്ളമടിച്ച് പ്രശ്നമുണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യം അദ്ദേഹം വെള്ളമടിച്ച് ഇദ്ദേഹം പോയപ്പോ ബാബു ഇബ്രഹാം വീട് വിട്ട് ഡൽഹിയിലും ഇവിടെയൊക്കെ പോകുമ്പോൾ ആദ്യം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇദ്ദേഹം. വീണ്ടും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല നല്ലൊരു കാര്യം, നമ്മുടെ സമൂഹത്തിന് എടുക്കാൻ പറ്റിയ ചില കാര്യങ്ങളാണത്. അതിനുശേഷം പിന്നെ അവസാന കാലഘട്ടത്തിൽ, ഞാൻ മൊത്തം പറയുന്നില്ല, ഇതിന്റെ ഒരു അവസാന ഇതെന്ന് പറയുന്നത് പിന്നെ അമ്മ മരിക്കാൻ പോകുന്നു. കാരണം ഏതാണ്ടൊക്കെ പിന്നീട് പിന്നെ ഡൽഹി വീണ്ടും ഒരിക്കൽ കൂടി ഫ്രാൻസിൽ പോകുന്നു. ഫ്രാൻസിൽ പോകാനുള്ള റീസൺ, വീണ്ടും ഇദ്ദേഹത്തിന് ഒരു കോള് വരുന്നു, ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് പോകാൻ വേണ്ടി വീണ്ടും അദ്ദേഹം ഫ്രാൻസിലേക്ക് പോകുന്നു. ഈ സ്ത്രീയുടെ കൂടെയാണ് ഈ അമ്മ വെയിറ്റ് ചെയ്യുന്നത്, ഫ്രാൻസിലുള്ള അദ്ദേഹത്തിന്റെ അമ്മ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ അതിനുശേഷം അദ്ദേഹത്തിന് 3 മാസത്തെ പ്രൊജക്റ്റ് ആണ്. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിലായി, പിന്നെ 3 മാസത്തെ പ്രൊജക്ട് കൊണ്ട് ഇത് തീരൂല എന്നുള്ള കാര്യം മനസ്സിലായപ്പോൾ അദ്ദേഹം ഫ്രഞ്ചിന്റെ എംബസിയിൽ പോയിട്ട് 1 മാസം കൂടി നീട്ടിത്തരണം എന്ന് പറയുന്നു. പക്ഷെ അവര് നീട്ടിക്കൊടുക്കുന്ന 1 വർഷത്തേക്കാണ്. കാരണം അവർക്ക് ഇവരെ ഭയങ്കര വിശ്വാസമാണ് എന്നുള്ളതിൽ 1 വർഷത്തേക്കാണ് നീട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഡോക്ടറുടെ കോള് നാട്ടിൽ നിന്ന് വരുന്നത്. പിന്നെ അമ്മ വളരെ സീരിയസ് ആണ് എന്നുള്ള ഒരിതില്. പക്ഷെ ഇദ്ദേഹത്തെ സംബന്ധിച്ച് തിരിച്ചു പോകാനുള്ള പൈസ ഇല്ല. പിന്നെ അങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് ഈ സ്ത്രീ, ഞാൻ പറഞ്ഞ ഫ്രാൻസിലുള്ള ഇദ്ദേഹത്തിന്റെ അമ്മയെ പോലെ കരുതുന്ന സ്ത്രീ ചോദിച്ചു, എന്താണ് നീ ഇന്ന് ഭയങ്കര ഈ സ്ത്രീ ഇദ്ദേഹത്തെ ഫ്രഞ്ച് ഭാഷ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അന്ന് ഇദ്ദേഹം പഠിക്കുമ്പോൾ വളരെ ഡള്ളാണ്. ചോദിക്കുന്നത്, എന്താ നിനക്ക് നിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇങ്ങനെയാണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു കോൾ വന്നു, പിന്നെ അർജന്റായിട്ട് എനിക്ക് അമ്മയെ കാണാൻ പറ്റിയില്ലെങ്കിൽ ചിലപ്പോൾ ജീവിതത്തിൽ തന്നെ എനിക്ക് കാണാൻ പറ്റിയെന്ന് വരില്ല എന്നുള്ളത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസയില്ല തിരിച്ചു പോകാനുള്ള. പക്ഷെ നെക്സ്റ്റ് ഡേ ഈ സ്ത്രീ ഇദ്ദേഹത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ആ ഗിഫ്റ്റില് പിന്നെ ഇതായിട്ട് ചെയ്യുന്ന ഈ കൊച്ചിയിൽ വരെയുള്ള ഒരു എയർ ടിക്കറ്റ് കാലത്തുള്ള പ്രണയവും കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നത്. അപ്പൊ അമ്മ മരിക്കുന്നു. അമ്മ മരിക്കുമ്പോഴുള്ള ആ സമയത്ത് പിന്നെ അമ്മ ഈ മകനോട് പറയുന്നുണ്ട്, ഈ വീടും സ്ഥലവും അച്ഛന്റെ കാലഘട്ടം, അച്ഛൻ ഉള്ളത് വരെ വിൽക്കാൻ വേണ്ടി പാടില്ല. ഇവിടുന്ന് എന്തൊക്കെ കിട്ടുന്നുണ്ടോ അതൊക്കെ അച്ഛന് കൊടുക്കണം എന്നുള്ള കൺസെപ്റ്റ്, അച്ഛന്റെ വരുമാനം എന്നുള്ളതിൽ. പിന്നീട് ബാബു എബ്രഹാമിനോട്
12 ചെക്ക് വാങ്ങി, 5000 രൂപയുടെ 12 ചെക്ക് വാങ്ങിയിട്ട് അച്ഛന് കൊടുക്കുന്നുണ്ട് അമ്മ. കാരണം അമ്മക്കൊരു പേടിയുണ്ട് എന്റെ കാലഘട്ടത്തിന് ശേഷം ഇദ്ദേഹം അച്ഛൻ എങ്ങനെ ജീവിക്കും എന്നുള്ളത്. അപ്പോ 12 ചെക്ക് പിന്നെ ബാബു എബ്രഹാമിന്റെ അടുത്ത് നിന്ന് വാങ്ങി അച്ഛന് കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഒരു വർഷത്തേതാണ്, അത് കഴിഞ്ഞാലും നീ ഇദ്ദേഹത്തെ നോക്കണം എന്നുള്ളത്. കാരണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അമ്മ മരണമടയുന്നു. പിന്നീട് ബാബു എബ്രഹാം ഒരു 2 മാസത്തോളം അച്ഛന്റെ കൂടിയാണ് താമസം വീട്ടിൽ. പിന്നീടാണ് അദ്ദേഹം പറയുന്നത്, ഞാനും അച്ഛനും തമ്മിലുള്ള ശരിയായ സ്നേഹം എന്താണ് എന്നുള്ളത് മനസ്സിലാകുന്ന ആ 2 മാസമാണ്. ഈ 2 മാസവും പിന്നെ അദ്ദേഹം അമ്മയുടെ പിന്നെ ശവക്കല്ലറയിൽ പോയിട്ട് ഡെയിലി ചെറിയ കുട്ടി എങ്ങനെയാണോ കരയുക അതേപോലെ കരയും. അപ്പൊ അതേപോലെ കരയുമ്പോൾ അച്ഛൻ മറ്റുള്ള 3 മക്കളെയും വിളിച്ച് പറയുന്നുണ്ട്, 3 മക്കളെയും വിളിച്ച് ഒരു ദിവസം വീട്ടിൽ വരാൻ പറയും. വീട്ടിൽ വരാൻ പറഞ്ഞിട്ട് അച്ഛൻ പറയും, ഇവന്റെ സ്ഥിരം പരിപാടി ഇപ്പം ഒരു കുഞ്ഞി കുട്ടീനെ പോലെ കല്ലറയിൽ പോകും, കരയും, പിന്നെ ഇവിടെ വന്നിരിക്കും. ശിവന്റെ ജീവിതം അമ്മ ഒരുപാട്, കാരണം അമ്മയൊരു പിന്നെ എനിക്ക് തോന്നാറുണ്ട് വളരെ എനർജറ്റിക്. ആ പുസ്തകം വായിക്കുമ്പോൾ അമ്മയാണ് നന്നായിട്ട്, കാരണം പിന്നെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലുള്ള ഒരു സ്ത്രീയായിരുന്നു. അപ്പൊ അമ്മയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മകൻ നല്ലൊരു നിലയിൽ എത്തിച്ചേരണം എന്നുള്ളത്. അപ്പൊ അച്ഛൻ മറ്റു 3 മക്കളോട് പറയുന്നുണ്ട്, അമ്മ ആഗ്രഹിച്ചത് ഇവ നല്ല നിലയിൽ എത്താൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഇവനിങ്ങനെ ഇരുന്ന് കുഞ്ഞു കുട്ടികളെ പോലെ കരഞ്ഞാൽ അമ്മയുടെ ആത്മാവിന് പോലും ഇത് കിട്ടില്ല എന്നുള്ളൊരിത് പറയുന്നുണ്ട്. അപ്പൊ അതിനുശേഷമാണ് ബാബു എബ്രഹാം ഫ്രാൻസിലേക്ക് തിരിച്ചു പോകുന്നത്. ഇദ്ദേഹം ഞാൻ സ്റ്റാർട്ടിങ് പറഞ്ഞതുപോലെ ഇന്ന് ഫ്രാൻസിലെ ഒരു മാനേജ്മെന്റ് പ്രൊഫസറാണ്, പിന്നെ സൈക്കോളജിസ്റ്റ് ആണ്, ഒരു സെറ്റിൽഡ് വ്യക്തിയാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ 2-മത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണെന്ന് തോന്നുന്നു, ലേറ്റസ്റ്റ് യൂട്യൂബൊക്കെ കണ്ടപ്പോൾ. പിന്നെ തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ബന്ധങ്ങളുടെ കഥ. അതായത് ഇന്ന് പലപ്പോഴും നമ്മളിൽ ഇല്ലാതിരിക്കുന്ന ആ ബന്ധങ്ങളുടെ കഥ എങ്ങനെ ആയിരിക്കണം. കാരണം നമ്മൾ എടുക്കുന്ന ആരെങ്കിലും വിട്ടുപോകുമ്പോൾ നമ്മളത് ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും അവർ നമ്മളെ കൂടെ നിൽക്കും എന്നുള്ളതിനൊക്കെ ഒരുപാട്, കാരണം വായിക്കണം. നല്ലൊരു മോട്ടിവേഷൻ ബുക്കിനെക്കാളും പിന്നെ ഒരു സ്റ്റെപ്പ് കൂടുതലാണ് ഈ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് നന്ദി. താങ്ക് യു വെരി മച്ച്. താങ്ക് യു ബൈജു സാർ. ജീവിതത്തിൻ്റെ എക്സ്പീരിയൻസ്, അനുഭവങ്ങൾ അല്ലേ, അത് ജീവിതഗന്ധിയായി പിൽക്കാലത്ത് മറ്റുള്ളവരുടെ ജീവിതത്തിന് കൂടുതൽ പ്രയോജനകരമായി വെളിച്ചമായി പ്രദർശിപ്പിക്കുന്ന ഒരു മനോഹരമായ ഒരു ബുക്കാണ് എന്നുള്ളത് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഈ സെഷനിൽ തന്നെ, നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ 2-മത്തെ പ്രാവശ്യമാണ് ഇത് പറയുന്നത്. പക്ഷേ ബൈജു സാർ അത് വളരെ കൂടുതലായിട്ട് അത് കൃത്യമായിട്ട് പറഞ്ഞു. അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള ജീവിതം, അതിൽ അമ്മയുടെ ഇൻഫർമേഷൻസ്, അമ്മ തരുന്ന ചില നിർദ്ദേശങ്ങളും, അതോടൊപ്പം തന്നെ സ്വന്തമായി ആർജിക്കുന്നതും ചുറ്റുപാടും, അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചില വ്യക്തികളെ വളരെ ഇൻഫ്ലുവൻഷ്യലായി കണ്ടെത്തുന്നതും അവരിലൂടെ ജീവിതം കരുപ്പിടിക്കുന്നതൊക്കെ വളരെ മനോഹരമായി ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാവുന്നതാണ്. ആരെങ്കിലും ബുക്ക് വായിച്ചിട്ടുണ്ടോ? ഇഷ്ടംപോലെ പേര് വായിച്ച് കാണാൻ സാധ്യതയുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കമൻറ്റ് പറയാം. യെസ്, രാജു സാർ പറഞ്ഞിരുന്നു, ഒന്നുകൂടെ പറഞ്ഞോളൂ. അഡ്മിറ്റ് ചെയ്യൂ. സാർ കേൾക്കുന്നില്ല. ഓക്കെ, വേറെ ആരെങ്കിലും? റോയ് സാർ പറയൂ. ഈ പേരുമായിട്ട് ഈ ബുക്കിനെ എങ്ങനെ ബന്ധപ്പെടുത്തുന്നു എന്ന് മനസ്സിലായില്ല. ഇവിടെ നാട് കമ്പിളിക്കണ്ടമാണ് അല്ലേ? ഇദ്ദേഹത്തിന്റെ നാട് ഇതാണ്, കമ്പിളിക്കണ്ടമാണ്, ഇടുക്കി ജില്ലയിൽ. അതാണ് ഈ കൽഭരണികളിൽ വിലയേറിയതുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ. അപ്പൊ നമ്മൾ ബൈബിളിലും കൽഭരണികളിൽ വീഞ്ഞു നിറയ്ക്കുന്ന കാര്യമൊക്കെ പറയുന്നത്. കമ്പിളിക്കണ്ടമാണ് അദ്ദേഹത്തിന്റെ നാട്. അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, സോറി. ഞാൻ പറഞ്ഞില്ല എങ്ങനെ ബുക്കിന്റെ പേര് വന്നു പറഞ്ഞില്ല. ഓക്കെ. ജീസസ് ക്രൈസ്റ്റ് ചെയ്ത ആദ്യത്തെ അത്ഭുതമാണ് കനായിന്റെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത്. അവിടെ ഈ കാൽ കഴുകാനായിട്ട് വെള്ളം വെച്ചിരുന്ന 6 കൽഭരണികളുണ്ടായിരുന്നു. അതെടുത്തിട്ട് അതിനകത്ത് നല്ല വെള്ളം നിറയ്ക്കാൻ പറഞ്ഞു. ആ വെള്ളം നിറയ്ക്കൽ കർത്താവ് യേശുക്രിസ്തു അത് തൊട്ടപ്പോഴാണ് അത് വീഞ്ഞായി മാറിയത്. അപ്പോൾ അതുകൊണ്ടാണ് കൽഭരണി ഒന്നിനും കൊള്ളാത്തതായ കൽഭരണികളായിരുന്നു. അതായത് അവിടെ ഈ യഹൂദ പാരമ്പര്യം അനുസരിച്ചിട്ട് ദൂരെ നിന്ന് വരുന്ന ആൾക്കാർക്ക് കാൽ കഴുകാനായിട്ട് വെള്ളം വെക്കുന്നതായ ഭരണികളായിരുന്നു. ആ ഭരണികളെ വെള്ളം കളഞ്ഞിട്ട് നല്ല വെള്ളം നിറയ്ക്കാനായിട്ട് പരിചാരകരോട് പറയുന്നു. മാതാവാണത് പറയുന്നത്. അപ്പോൾ അവിടെ ഈ മാതാവിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികളിൽ വെറും
മണവും ഗുണവും നിറവും ഇല്ലാത്തതായ വെള്ളം വീഞ്ഞായി മാറുന്നു എന്ന് പറഞ്ഞാൽ മണവും ഗുണവും അതുപോലെ തന്നെ യാതൊരു വിധമായിട്ടുള്ള ഇതുമില്ലാത്തതായ ഒരു വ്യക്തിയാണ് ഇവിടെ മാറി വന്നത്. നമ്മുടെ ഈ പറയുന്ന ബാബു എബ്രഹാം. ഈ ബാബു എബ്രഹാം പങ്കെടുത്തതായ 2 മിനാറുകളിൽ ഇവിടെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഒന്ന്, ഇവിടെ അദ്ദേഹത്തിനെ സഹായിച്ചതായ മാർത്തോമാ സഭയിലെ അച്ഛൻ, മൂന്നാറിലെ അച്ഛനാണ് മിനാർ എടുത്തത്. അത് അടുത്തതെന്ന് പറയുന്നത് അത് അദ്ദേഹം തന്നെയാണ് മിനാറുകൾ എടുത്തത്. അങ്ങനെ 2 മിനാറിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിച്ചു. പക്ഷേ ബൈജു സാറിൻ്റെ എനിക്ക് ആദ്യമായിട്ട് കേൾക്കാൻ പറ്റിയില്ല. പക്ഷേ 2ാം ഭാഗം വളരെ സമഗ്രമായിട്ട് ബൈജു സാർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. ഇതിന് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം. പിന്നീട് ഈ അഷ്ടമൂർത്തിയാണ് ഇതിനകത്ത് ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു കൂടിയായിരുന്നു. അഷ്ടമൂർത്തി മലയാളത്തിലെ പ്രമുഖനായ എഴുത്തുകാരനാണ്. അദ്ദേഹമാണ് ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത്. അവതാരിക പറഞ്ഞിരിക്കുന്നത് ആഞ്ഞു കൊത്തുന്ന അനുഭവങ്ങളുടെ പുസ്തകം എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് നേരിൻ്റെ മഷി കൊണ്ടെഴുതിയ പുസ്തകം. ഈ അഷ്ടമൂർത്തിയുടെ അവതാരികയിൽ പറയുന്ന മെയിൻ കാര്യങ്ങളാണ്. നേരിൻ്റെ മഷി കൊണ്ടെഴുതിയ പുസ്തകം. ഒരിക്കൽ ഈ മാതാവ് പറയുന്നുണ്ട്, ഒരു ചെങ്ങാട്, നിങ്ങൾക്ക് എക്കര കടക്കാൻ വേണ്ടി ഒരു ചെങ്ങാടം ഉണ്ടാക്കണം. യഥാർത്ഥത്തിൽ ചെങ്ങാടം ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം പറയുന്നുണ്ട്, അത് നീ അക്കരെ കടന്നു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇട്ട് കൊടുക്കണം. ഈ അഷ്ടമൂർത്തി അത് പറയുന്നത് ആ ചെങ്ങാട് മറ്റുള്ളവർക്ക് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നതാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. വളരെ വളരെ അർത്ഥവത്തായ ഒരു കാര്യമാണ്. ഇവിടെ SB കോളേജിലെ ജോസി സാറിൻ്റെ കാര്യം പറഞ്ഞു. ആ സാറ് എന്നെ പഠിപ്പിച്ചിട്ടില്ല, എൻ്റെ മകനെയും മകളെയും പഠിപ്പിച്ച ആളാണ്. എനിക്ക് വ്യക്തിപരമായ അറിയാവുന്ന ആളാണ്. അതുപോലെ മാർത്തോമാ സഭയിലെ മെത്രാനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് അത്താനേഷ്യസ് മെത്ര, അദ്ദേഹം കോട്ടയം ഭദ്രാസനത്തിലെ മെത്രാപ്പൊലീത്ത. അദ്ദേഹത്തിന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാവുന്നതാണ്. തീർച്ചയായിട്ടും ഇവരൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തി. മറ്റൊരു അച്ഛൻ, അത് ഞാനങ്ങനെ സഭ വർദ്ധിച്ച് പറയുന്നു, മറ്റൊരു അച്ഛൻ ഇവരെ തമ്മിൽ വേർതിരിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഭർത്താവിനെയും ഈ അമ്മയും കുഞ്ഞുങ്ങളെയും തമ്മിൽ വേർതിരിപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞത്, മനുഷ്യനെ കൂട്ടിച്ചേർക്കുന്നതിനാണ് അച്ഛന്മാർ ചെയ്യുന്നത്, അല്ലാതെ അവരെ വേർപെടുത്തുന്നതല്ല അച്ഛന്മാർ ചെയ്യുന്നത്. കാരണം അച്ഛന്മാരല്ലേ ഈ കല്യാണത്തിന് സമയത്ത് നിങ്ങൾ 2 ആയിരുന്നു, ഇപ്പോൾ ഒന്നായിത്തീർന്നിരിക്കുന്നു പറയുന്നത്. അപ്പോൾ അങ്ങനെ മനുഷ്യനെ കൂട്ടിച്ചേർക്കാൻ വിധിക്കപ്പെട്ട ഞങ്ങളെ വേർപെടുത്തുകയാണെന്ന് പറഞ്ഞ് വളരെ രൂക്ഷമായിട്ട് അച്ഛനോട് പ്രതികരിച്ചു. അപ്പോൾ ഇവിടെ വൈജു സാർ പറഞ്ഞ പോലെ നല്ല അച്ഛന്മാരും അതുപോലെ തന്നെ നല്ല ആൾക്കാരും മോശം ആൾക്കാരും ഉണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ മാർത്തോമാ മെത്രാപ്പൊലീത്തയാണ് അദ്ദേഹത്തെ ഈ SB കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനൊക്കെ സഹായിച്ചത്. കാരണം അവിടെ നാട്ടിലെ തന്നെ കോളേജിൽ പഠിച്ചാൽ മതി എന്നാണ് അവിടെ ഉണ്ടായിരുന്ന അച്ഛൻ പറഞ്ഞത്. എന്നാൽ അദ്ദേഹത്തെ സഹായിച്ചത് ഈ മാർത്തോമാ സഭയിലെ മെത്രാനാണ്. പിന്നീട് അതുപോലെ തന്നെ ഈ മൂത്ത പെങ്ങളുടെ വിവാഹത്തിന് സ്വീകരണം കൊടുക്കാനായിട്ട് ഈ അച്ഛൻ, നേരെ പറഞ്ഞാൽ മൂന്നാറിലെ അച്ഛൻ്റെ ഭാര്യ തൻ്റെ സ്വർണ്ണവള ഊരിക്കൊടുക്കുകയാണ് ചെയ്തത്. അവരിപ്പോൾ ഇല്ല, മരിച്ചുപോയി. അവരുടെ ഭർത്താവ് അച്ഛനാണ് അന്ന് ക്ലാസ് എടുത്തത്. അന്ന് ഈ ബാബു എബ്രഹാം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്ക് വളരെ കറക്റ്റാണെന്ന് സാക്ഷ്യം പറയുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ വളരെയധികം എന്നെ സ്വാധീനിച്ചതായ ഒരു പുസ്തകമാണ്. ഇപ്പോൾ മലയാളത്തിൽ ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകമാണ്. ഏറ്റവും അധികം വിറ്റഴിഞ്ഞ പുസ്തകം ആദ്യത്തെ നമ്മുടെ പെരുമ്പടം ശ്രീധരൻ്റെ നിസ്സംഗീതനം പോലെ എന്നുള്ളതാണ്. ഇപ്പോൾ 100 പതിപ്പായിട്ടുണ്ട്. അത് എത്ര വർഷം കൊണ്ടാണ്? 10-30 വർഷം കൊണ്ടാണ്. പിന്നെ അതുപോലെ അതിനുശേഷം ആടുജീവിതമാണ്. അതും ഇപ്പോൾ ഏകദേശം 100 പതിപ്പായിട്ടുണ്ട്. എന്നാൽ വെറും 1 വർഷം കൊണ്ട് ഈ പുസ്തകം 100 പതിപ്പായിട്ടുണ്ട്. അപ്പോൾ ഇതിനർത്ഥം അത് മലയാളത്തിലെ ഏറ്റവും പ്രചാരമുള്ള, ഏറ്റവും ബെസ്റ്റ് സെല്ലറായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇനി ഭാവിയിൽ നൂറുകണക്കിന് പതിപ്പുകൾ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത്രയധികം ആകർഷിക്കുന്നതാണ് ഈ പുസ്തകം. പുസ്തകങ്ങൾ വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. പുസ്തകം സാർ കാണിച്ചു കാണും. ഇതാണ് പുസ്തകം ഞാൻ മുഴുവൻ വായിച്ചില്ല. എനിക്ക് ഇച്ചിരി ശരീരാസ്വസ്ഥതയൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് മുഴുവൻ വായിച്ചില്ല. എന്നാൽ ഇതിന് മുമ്പായിട്ട് എൻ്റെ ഭാര്യ ഷീബ അവതരിപ്പിച്ചു. അതിന് വളരെ വ്യത്യസ്തമായിരുന്നു സാർ അവതരിപ്പിച്ചത്. ഇതുതമ്മിൽ യാതൊരു ഇതുമായിട്ടുള്ള ഇതുമില്ലായിരുന്നു. അവിടെ സ്ത്രീകളെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന വേറെ തന്നെയാണ്. തീർച്ചയായിട്ടും ബൈജു സാറിൻ്റെ ഞാൻ കേട്ടത്തോളം വളരെ എന്താ പറയുക, വളരെയധികം ഇതായിട്ടുള്ള പ്രസൻറ്റേഷനായിരുന്നു. എല്ലാവർക്കും ഈ പുസ്തകം വായിക്കാനുള്ള ഒരു വലിയ പ്രചോദനം കൊടുത്തതിന് പ്രത്യേകമായിട്ട് സാറിന് നന്ദി പറയുന്നു. ഈ പുസ്തകം മുഴുവൻ വായിക്കാനായിട്ടുള്ള പ്രചോദനം എനിക്കിപ്പോൾ കിട്ടി. തീർച്ചയായിട്ടും ഇതിന് സാബു സാറിന് നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. ബാക്ക് ടു സാബു സാർ. താങ്ക് യു സാർ. താങ്ക് യു.
ഓക്കെ, വേറെ ആരെങ്കിലും വായിച്ചോണ്ടോ? ശാന്തിമാം, പത്മമാം, ഞാനത് ഈ സാറിന്റെ ഈ ബുക്ക് റിവ്യൂ എന്ന് പറയുന്ന പോലെ പറഞ്ഞ ചില വാക്കുകൾ ഈ ബുക്ക് വായിക്കാനുള്ള താല്പര്യം ഉണ്ടാക്കുന്ന രീതിയിൽ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന അമ്മയുടെ ആ ഭാഗം, മക്കളെ ആദ്യം വിടുന്നത്, അതൊക്കെ ചില നിർണായക ഘട്ടത്തിൽ അമ്മയുടെയും ആ ജീവിതത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ ഒന്നോടെ ഒന്ന് മനസ്സിലാക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ തന്നെ ഡൽഹി ചെന്നിട്ട് മലയാളിയെ തിരക്കുന്നതും ഫ്രാൻസിൽ ചെന്നിട്ട് ഇന്ത്യക്കാരനെ തിരക്കുന്ന കാര്യങ്ങളും ഒക്കെ സാർ പറഞ്ഞു. പക്ഷേ ചില കൊട്ടേഷൻസും ചില കാര്യങ്ങളും ഒക്കെ പറയുമ്പോഴും ആ ആ ജീവിതഗന്ധിയായ ആ ഒരു ആ നോവല് ഒന്നുകൂടി ഒന്ന് വായിക്കണം എന്ന് തോന്നുന്ന രീതിയിൽ സാർ അത് പ്രസന്റ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുണ്ടായത് അച്ഛനിലൂടെയാണ് എന്ന് പറഞ്ഞ് ആ അമ്മയുടെ വാക്കുകളും, അതുപോലെ തന്നെ മേരിയുടെ മകൻ അത് പറയരുതെന്ന് പറയുന്ന ഭാഗങ്ങളും ഒക്കെ ഈ കഥയുടെ ഉള്ളിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന ചില വാചകങ്ങളാണ് സാറ്. അപ്പൊ ഈ ബുക്ക് മുഴുവൻ വായിച്ചാലും അതിനകത്ത് ഹൃദയസ്പർശിയായ ചില ജനങ്ങളും ചിന്താവഹമായ ചില സംഭവങ്ങളും ഒക്കെ എടുത്തു പറഞ്ഞപ്പോൾ തന്നെ ആ ബുക്ക് വളരെ ഭംഗിയായി അവതരിപ്പിക്കുന്നതിന് സാറിന് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോഴത്തെ അതുപോലെ തന്നെ ആത്മഹത്യ ചെയ്യാതെ ജീവിതം ഈ നാട് വിട്ടു പോയാൽ നമ്മളെ കുറിച്ച് ആരും അറിയില്ലല്ലോ. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊന്നും അറിയില്ലല്ലോ. പിന്നെ അച്ഛനില്ലാതെ കൗമാരക്കാരനുള്ള ബുദ്ധിമുട്ടുകൾ, പഠിക്കാനൊക്കെ പോകുമ്പോഴും എൻ്റെ അച്ഛൻ നാട് വിട്ടു പോയതാന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇതെല്ലാം വളരെ ജീവിതഗന്ധിയായ സന്ദർഭങ്ങളായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നു, ആലോചിക്കാൻ പറ്റുന്നു. ഓക്കെ സർ, വളരെയധികം ഇനി ഞാൻ ആ ബുക്കൊന്ന് വായിക്കണം എന്ന് ആഗ്രഹിക്കുന്നില്ല സാറിന്റെ പ്രസന്റേഷനിലൂടെ. ഓക്കെ. ഓക്കെ, വേറെ ആർക്കും ഷെയർ ചെയ്യണ്ടോ? പത്മമാം, ജോർജ് സാർ, മാത്യു സാർ, നമസ്കാരം. പറയും. നമസ്കാരം എല്ലാവർക്കും. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു ബുക്ക്. കുറച്ചൊക്കെ വായനാശീലം ഉണ്ട്, കുറച്ച് ബുക്കെല്ലാം വായിച്ചിട്ട്. പക്ഷെ ഇത് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേങ്കിൽ ഫേസ്ബുക്കിലോ മറ്റോ ആ അമ്മ മക്കളെയും കൊണ്ട് ഈ ബുക്കിനെ പറ്റിയുള്ള കാര്യം തന്നെയാണ്. ഫേസ്ബുക്കിൽ ഞാനത് വായിച്ചിന്. മക്കളെയും കൊണ്ട് ഇങ്ങനെ മരിക്കാൻ പോകുന്ന, ആത്മഹത്യ ചെയ്യാൻ പോകുന്ന ആ സന്ദർഭത്തിനെ പറ്റിയിട്ട്. അപ്പൊ ഞാൻ ആ ബുക്ക് വായിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ അത് വാങ്ങാൻ പറ്റിയില്ല. വേറെ ഇടക്ക് ബുക്ക് വാങ്ങാൻ പോകും. അപ്പൊ ഇത് പിന്നെ എന്റെ ഓർമ്മയിൽ വന്നില്ല. ഇത് വായിച്ച് അപ്പൊ വിചാരിച്ച് വാങ്ങണം, വായിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ പലതരക്കിൽ അതങ്ങ് വിട്ടുപോയി. പിന്നെ വേറെ ഏതോ ബുക്കാണ് കിട്ടിയത് ഇടക്ക് വാങ്ങാൻ പോയപ്പോ. അങ്ങനെ ഇതിനെപ്പറ്റി അറിഞ്ഞിട്ടുണ്ട്. അപ്പൊ സാറിന്റെ ഇതിലൂടെ നമുക്ക് അത് കുറച്ചുകൂടി അറിഞ്ഞ് വായിക്കാനുള്ള ഒരു പ്രേരണ തന്നതിൽ താങ്ക് യു സർ. എനിക്കിത് കേൾക്കുമ്പോ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആത്മകഥയായിട്ടുള്ള പോലെ ആ മക്കളെയും കൊണ്ടുള്ള കഷ്ടപ്പാട്, അവർക്ക് അച്ഛനുണ്ടെങ്കിലും അവർക്ക് അച്ഛന്റെ യാതൊന്നും അവർക്ക് കിട്ടിയിച്ചില്ല. അമ്മ തന്നെയായിരുന്നു കഷ്ടപ്പാടിലൂടെ മക്കളെയെല്ലാം എത്തിച്ചത് എന്നാണ് ആത്മകഥയെന്ന് മനസ്സിലാവുന്നു. അപ്പോ പിന്നെ വയസ്സുകാലത്ത് ഇവരെല്ലാം നന്നായതിനു ശേഷം അച്ഛൻ തിരിച്ചു വന്ന്, അപ്പൊ അതുപോലെ തന്നെ അമ്മ സ്വീകരിച്ച് നല്ല രീതിയിൽ പിന്നെ ഇവര് സുകുമാരൻ തമ്പി സാറിൽ അവരെല്ലാം ഫേമസ് ആയ കാലത്ത് പിന്നെ സുഖമായിട്ട് അച്ഛൻ്റെ കൂടെ ജീവിക്കുക ചെയ്തിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു അമ്മക്ക് പിന്നെ അസുഖം വന്ന ആ ഒരു കാലഘട്ടമാകുമ്പോഴേക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ഒരു വിശാലമായ ഇതിലേക്ക് എത്തിയായിരിക്കും. ആയി കഴിയുമ്പോൾ അങ്ങനെ എത്തിച്ചേരുന്നതായിരിക്കും. അതായിരിക്കും ഇത്രയും വിഷമം ഉണ്ടായിട്ടും പിന്നെയും ഭർത്താവിനെ സ്വീകരിക്കാൻ നിന്നൊരു കാലഘട്ടത്തിൽ മാറ്റം വരുമല്ലോ മനസ്സിന്. അതായിരിക്കും. ഏതായാലും നല്ലൊരു പുസ്തകം പരിചയപ്പെടുത്തിയതിൽ താങ്ക് യു സർ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? അപ്പൊ ഇന്ന് വായനാ ദിനമാണ്. വായനാ ദിനം അല്ല, ഇന്നലെ വായനാ ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ പുതിയ പുതിയ പുസ്തകങ്ങൾ വായിക്കാൻ അതിനൊരു വലിയ പ്രചോദനമാണ് വൈസ് സാറിന് കിട്ടിയത്. ഈ പുസ്തകം രാജ് സാർ പറഞ്ഞ പോലെ ബെസ്റ്റ് സെല്ലറാണ് കേരളത്തിലെ മലയാളികളുടെ. അപ്പം അതുകൊണ്ട് തന്നെ ആ ബുക്കുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങൾ വായിക്കുക, അവരോടൊക്കെ ഷെയർ ചെയ്യുക. ജീവിതാനുഭവങ്ങളാണ് ഏറ്റവും വലിയ പഠനം. ജീവിതാനുഭവങ്ങളിലൂടെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു
വലിയ ബുക്ക്. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണമെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ജോർജ് സാർ ഉണ്ടോ? ഓക്കെ, അപ്പോൾ ബൈജു സാർ താങ്ക് യു വൺസ് അഗെയിൻ. വളരെ സന്തോഷം. നമ്മുടെ 99ാമത്തെ ബുക്ക് റിവ്യൂ ആണ്. 99ാമത്തെ ബുക്ക് റിവ്യൂ ആണിത്. അടുത്ത ഒരു ബുക്കോടെ വരുമ്പോൾ നമ്മൾ 100 ബുക്കും ഈ പ്ലാറ്റ്ഫോമിൽ നമ്മൾ റിവ്യൂ ചെയ്തിട്ടുള്ളൂ. ഓക്കെ 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 സർ, താങ്ക് യു. അപ്പോൾ താങ്ക് യു. സീ യു ആൻഡ് ഗുഡ് നൈറ്റ്. ബൈ. താങ്ക് യു.